നമ്മുടെ ഒരു വാഹനം റോഡിൽ തട്ടി എന്നിരിക്കട്ടെ, എന്തൊക്കെയാണ് ഇതിൻ്റെ പുറകിൽ വാഹന ഉടമ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ എങ്ങനെയൊക്കെ ഞാൻ ഇതിനകത്ത് ചെയ്യാൻ പാടില്ല എന്നുള്ളതിനെക്കുറിച്ച് എത്രത്തോളം നമുക്ക് ധാരണയുണ്ട്. നമ്മൾ റിപ്പോർട്ട് ചെയ്തു, റൈറ്റർ കാര്യങ്ങൾ എഴുതി, ഇതെല്ലാം കഴിഞ്ഞിട്ട് എന്താണ് FIR ഇട്ടതെന്ന് വായിച്ചു നോക്കാൻ ഈ പറയുന്ന വണ്ടി തട്ടിയ മനുഷ്യന് അവകാശമില്ലേ? ഉണ്ട്. എത്ര പേർക്കറിയാം? FIR വായിച്ചു നോക്കാൻ പറ്റൂല, നിങ്ങൾ ഇവിടെ ഒപ്പിട്ട് തരൂ എന്ന് പറഞ്ഞ് ഒപ്പിട്ട് വാങ്ങിച്ചിട്ട് വേറൊരാൾ കൊണ്ടുവന്ന് കയറി അവർക്ക് കോമ്പൻസേഷനും കൊടുത്ത് അല്ലെങ്കിൽ ബാക്കി എല്ലാം കഴിഞ്ഞ് ഞങ്ങൾക്ക് പരാതിയില്ല എന്ന് പറഞ്ഞ് പോയതിന് ശേഷവും പരാതി രേഖപ്പെടുത്തുകയും കോടതിയിൽ കേസെത്തുകയും ലൈസൻസ് ക്യാൻസൽ ചെയ്യപ്പെടുകയും ചെയ്യുന്ന മനുഷ്യരില്ല ഇവിടെ. നിസ്സാര കാര്യം. വേറൊരു പ്രധാനപ്പെട്ട പ്രശ്നം കൊണ്ട് ഇത് പറഞ്ഞപ്പോഴാണ് ഞാനത് ഓർക്കുന്നത്. ഇപ്പോൾ വണ്ടി ഒന്ന് തട്ടി, ഒരു മനുഷ്യൻ്റെ ദേഹത്ത് തട്ടിയെന്ന് വിചാരിക്കാം, മനുഷ്യൻ്റെ ദേഹത്തല്ല, എന്തെവിടെയെങ്കിലും തട്ടിയെന്ന് വിചാരിക്കുക. അപ്പോഴവിടെ ഒരു ആൾക്കൂട്ടം രൂപപ്പെടുകയും കഷ്ടകാലത്തിന് ഈ ഡ്രൈവർ, ഈ വണ്ടി ഓടിച്ചാൽ അവരുടെ കയ്യിൽ പെടുകയും ചെയ്താൽ പിന്നെ അവൻ്റെ അവസ്ഥ വളരെ കഷ്ടമാണ്, കൈകാര്യം ചെയ്തോളെ. അവിടെയും ഈ പറയുന്നത് പോലെ വണ്ടി തട്ടിയ ഒരാളിനോട് എങ്ങനെ സൊസൈറ്റി പെരുമാറണം എന്നും പഠിപ്പിക്കേണ്ടതാണ്. വണ്ടി തട്ടിയ കാര്യം മാത്രമല്ല, ഏതൊരു കാര്യത്തിനകത്തും സമൂഹം എങ്ങനെയാണ്, അവിടെ എല്ലാമാണ് ഈ കോസ് അന്വേഷിക്കുന്നില്ല എന്ന് പറയുന്നത്. കാണുന്നത് എന്തോ, നമ്മുടെ നാട്ടിൽ വണ്ടി തട്ടിയ, വലിയ വണ്ടിയും ചെറിയ വണ്ടിയും തമ്മിൽ തട്ടിയ എപ്പോഴും ചെറിയ വണ്ടികളാണ് രക്ഷപ്പെട്ടു പോകുന്നത്. അവൻ്റെ തെറ്റാണെങ്കിൽ പോലും വലിയ വണ്ടിക്കാരനാണ് എപ്പോഴും തെറ്റുകാരൻ. പാവപ്പെട്ടവനോടുള്ളൊരു എമ്പതി, അത് എമ്പതി ഒന്നുമല്ല, അത് വേറെ എന്തോ ആണ് പറയേണ്ടുന്നത് അതിന്. അപ്പോൾ വേറൊന്നും കൂടെ ഉണ്ട്, അങ്ങനെ വണ്ടി തട്ടി ആദ്യം ചൂടാകുന്നവനാണ് വിജയ്. ഡെഫിനറ്റ്ലി അത് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നമ്മളൊരു സമൂഹത്തിലോട്ട് ഇറങ്ങി ചെല്ലുമ്പോൾ നന്മപരമായി നിന്ന് ലെറ്റ് ഗോ ചെയ്ത് എമ്പതിയോടുകൂടി ചിന്തിച്ച് ഞാൻ എൻ്റെ ഈ നിമിഷത്തിൽ സന്തോഷവാനായിട്ടിരുന്ന് അവിടെ നടക്കുന്ന കാര്യങ്ങളെ വിശദമായി വിശകലനം ചെയ്തുകൊണ്ട് ഓക്കെ അവനൊന്ന് സമാധാനപ്പെടട്ടെ എന്നിട്ട് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കാം എന്ന് പറഞ്ഞ് സമയമെടുക്കുന്നവനെ അതിന് മുന്നേ ആൾക്കാർ കൈകാര്യം ചെയ്തിരിക്കും. മറ്റവൻ ആദ്യമേ ദേഷ്യപ്പെടുകയും ചെയ്യും, അടിക്കുകയും ചെയ്യും. പിന്നെ ആൾക്കാർ ഒരു അടി വീണ് കഴിഞ്ഞാൽ പിന്നെ ആൾക്കാർ സ്വാഭാവികമായും ആ സൈഡിലേക്ക് പോകും. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.